കന്നഡ സൂപ്പർ സ്റ്റാർ നടപ്പാക്കിയ കൊലപാതകത്തിന്റെ കാണാപ്പുറങ്ങളിലേക്ക്. കന്നഡ സൂപ്പർ സ്റ്റാർ 47 കഴിഞ്ഞ ദർശൻ തുക്കുദീപ അവിടുത്തെ വലിയ ക്രൗഡ് പുള്ളിംഗ് ആക്ഷൻ ഹീറോയാണ്. അദ്ദേഹത്തിന്റെ ആക്ഷൻ പടങ്ങൾ തിയേറ്ററുകളിൽ ആഴ്ചകളോളം ഹൗസ്ഫുൾ ആയാണ് ഓടാറ്. ദർശൻ ഫാൻസിന് അദ്ദേഹം ദൈവതുല്യനാണ്. വലിയൊരു ആരാധക വൃന്ദം കർണാടകയിൽ അദ്ദേഹത്തിനുണ്ട്. ദർശനും ഭാര്യ വിജയലക്ഷ്മിയുമായി കുറേ വർഷങ്ങളായി അകൽച്ചയിലാണ്. അതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടങ്ങൾ കോടതിയിൽ നടന്നുവരുന്നു. കന്നഡ ഗ്ലാമർ താരം പവിത്ര ഗൗഡയുമായി കഴിഞ്ഞ 10 വർഷത്തോളമായി ദർശൻ റിലേഷനിലാണ്. തികച്ചും ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് അവർ കഴിഞ്ഞു പോകുന്നത്. ഈ ബന്ധം ദർശന്റെ ആരാധകർ ഒട്ടും അംഗീകരിച്ചിരുന്നില്ല. ഇനി സംഭവത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ബാംഗ്ലൂരിൽ നിന്നും 200 കിലോമീറ്ററിലെ ചിത്രദുർഗയിലുള്ള അപ്പോളോ ഫാർമസിയിൽ മാസം 8000 രൂപ മാസശമ്പളത്തിൽ സെയിൽസ്മാനായി ജോലി ചെയ്തിരുന്ന ഒരു സാധാരണ കുടുംബത്തിലെ അംഗമായിരുന്നു രേണുകസ്വാമി. 1 വർഷം മുമ്പ് വിവാഹിതനായ രേണുകസ്വാമിയുടെ ഭാര്യ ഷഹാന ഇപ്പോൾ ഗർഭിണിയാണ്. രേണുകസ്വാമി സൂപ്പർ സ്റ്റാർ ദർശന്റെ കടുത്ത ഫാനാണ്. ദർശനും പവിത്രയും തമ്മിലുള്ള ബന്ധം രേണുകസ്വാമിയെ അസ്വസ്ഥനാക്കിയിരുന്നു. അദ്ദേഹം സ്വന്തം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്നും വ്യാജമായി നിർമ്മിച്ച മറ്റൊരു ഐഡിയിൽ നിന്നും പവിത്രയ്ക്ക് നിരന്തരമായി മെസ്സേജുകൾ അയക്കുക പതിവായിരുന്നു. അവയിൽ പലതും പവിത്രയ്ക്കെതിരെ അശ്ലീല പദപ്രയോഗങ്ങൾ നിറഞ്ഞവയുമായിരുന്നു. രേണുകസ്വാമിയെ ദർശനോ പവിത്രയ്ക്കോ നേരിട്ടറിയില്ല. മറ്റുള്ളവരെ പോലെ ഒരു സാധാ ആരാധകൻ മാത്രം. എന്നാൽ അയാൾ അയക്കുന്ന മോശം മെസ്സേജുകൾ പവിത്ര സ്ഥിരം ശ്രദ്ധിച്ചിരുന്നു. ഇക്കഴിഞ്ഞ 2024 ജനുവരി 24 പവിത്ര പോസ്റ്റ് ചെയ്ത ദർശനമൊത്തുള്ള ഒരു റീലാണ് രേണുകസ്വാമിയുടെ സർവ്വ നിയന്ത്രണങ്ങളും തകർത്തത്. ഇരുവരും ചേർന്നുള്ള വിവിധ പോസിലുള്ള പല ചിത്രങ്ങൾക്കൊപ്പം കഴിഞ്ഞുപോയ 10 വർഷങ്ങൾ ഇനിയും മുന്നോട്ട് പോകാനുണ്ട് എന്ന ശീർഷകവും മറ്റുള്ള ആരാധകരെ പോലെ രേണുകസ്വാമിയും വല്ലാതെ ചൊടിപ്പിച്ചു. രേണുകസ്വാമി പവിത്രയുടെ അക്കൗണ്ടിലേക്ക് വളരെ അപമാനകരവും രൂക്ഷമായ ഭാഷയിൽ ഒരു അശ്ലീല മെസ്സേജ് അയച്ചു. ദർശന്റെ ഭാര്യ വിജയലക്ഷ്മി ബാബിയുടെ സ്ഥാനം നിന്നെ പോലൊരുത്തിക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല എന്നും മെസ്സേജിൽ അയാൾ എഴുതി. മെസ്സേജ് കണ്ട പവിത്ര പൊട്ടിത്തെറിച്ചു. ഈ വ്യക്തിയെ കണ്ടെത്തി മര്യാദ പഠിപ്പിക്കണമെന്ന് അവർ ദർശനോട് ആവശ്യപ്പെട്ടു. കാമുകിയുടെ ആവശ്യം അതേപടി നടപ്പാക്കാനുള്ള പദ്ധതിയുമായി ദർശൻ മുന്നോട്ട് നീങ്ങി. ആദ്യപടിയായി ചിത്രദുർഗയിലെ ദർശൻ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റ് രാഘവേന്ദ്ര രേണുകസ്വാമിയുമായി ബന്ധപ്പെടുകയും സൂപ്പർ സ്റ്റാർ ദർശൻ രേണുകസ്വാമിയെ നേരിൽ കാണാൻ താല്പര്യപ്പെടുന്നു എന്നറിയിക്കുകയും ചെയ്തു. രേണുകസ്വാമിക്ക് അത് വിശ്വസിക്കാനായില്ല. അയാൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ദർശൻ തന്റെ മികച്ച ആരാധകൻ എന്ന നിലയിലാണ് അയാളെ നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്നതെന്ന് രാഘവേന്ദ്ര അറിയിച്ചപ്പോൾ ഉടനടി ഭാര്യയോട് യാത്ര പറഞ്ഞ് ഒരു ക്യാബിൽ ഇക്കഴിഞ്ഞ ജൂൺ 8 ബാംഗ്ലൂരിലേക്ക് രാഘവേന്ദ്രയ്ക്കൊപ്പം അയാൾ യാത്ര തിരിച്ചു. വഴിയിൽ ദർശന്റെ ചില ഗുണ്ടകൾ കാറിൽ കയറി. കഴിഞ്ഞ 2 നാളുകളായി ദർശന്റെ ആളുകൾ രേണുകസ്വാമിയെ നിരീക്ഷിച്ചു വരികയായിരുന്നു. മരണത്തിലേക്കാണ് പോകുന്നത് എന്ന യാഥാർത്ഥ്യം അറിയാതെ ആ സാധു താൻ ദൈവത്തെക്കാൾ ഉപരി ആരാധിക്കുന്ന തന്റെ പ്രിയപ്പെട്ട താരത്തെ നേരിൽ കാണാനുള്ള മോഹവുമായാണ് അവർക്കൊപ്പം യാത്ര ചെയ്തത്. രാത്രിയോടെ അവർ മൈസൂരിനടുത്തുള്ള പട്ടാനഗരിയിലെ ആളൊഴിഞ്ഞൊരു ഷെഡിലെത്തി. അവിടെ വെച്ച് ദർശന്റെ ഗുണ്ടകൾ രേണുകസ്വാമിയെ ക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങി. അല്പനേരം കഴിഞ്ഞപ്പോൾ സാക്ഷാൽ ദർശൻ തന്നെ നേരിട്ട് മുന്നിലെത്തി. തലപൊട്ടി ചോര വാർന്നൊഴുകുന്ന കണ്ണുകളിലൂടെ അയാൾ തന്റെ ആരാധ്യ നായകനെ നേരിൽ കണ്ടു. ദർശനെ കണ്ട മാത്രയിൽ മനസ്സിൽ നിറഞ്ഞ സന്തോഷത്തോടെ രേണുകസ്വാമി അയാളെ നോക്കി ചിരിച്ചതും ദർശന്റെ കൈ ഊക്കോടെ അയാളുടെ കരണത്ത് പതിഞ്ഞതും ഒപ്പമായിരുന്നു. ഞാൻ അങ്ങയെ നേരിട്ട് കാണാൻ വന്നതാണെന്നും എന്തിനാണ് എന്നെ മർദ്ദിക്കുന്നതെന്നും അയാൾ പലതവണ കൈതൊഴുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് തന്റെ അരയിലെ ബെൽറ്റൂരി ദർശൻ രേണുകസ്വാമിയെ ബോധം നശിക്കും വരെ കുതിരെ തല്ലി. ബെൽറ്റ് കൊണ്ട് മർദ്ദിച്ചിട്ടും കലിയടങ്ങാതെ ആചാനബാഹുവായ ദർശൻ സ്ഥൂലഗാത്രനായ രേണുകസ്വാമിയെ തൂക്കിയെടുത്ത് ഒരു തവണ ഭിത്തിയിലേക്കും മറ്റൊരു തവണ അവിടെയുണ്ടായിരുന്ന ടിപ്പർ ലോറിയിലേക്കും എറിയുകയും ചെയ്തു. മടങ്ങാൻ നേരം അവനെ ഇഞ്ചിഞ്ചായി മാത്രമേ കൊല്ലാവൂ എന്ന നിർദ്ദേശം നൽകാനും അയാൾ മറന്നില്ല. മർദ്ദനം നേരിട്ട് കാണാൻ പവിത്ര ഗൗഡിയും അല്പനേരത്തേക്ക് അവിടെ എത്തിയിരുന്നു. ജൂൺ 9 വെളുപ്പിന് 3 മണിക്കും 5 മണിക്കും ഇടയിലാണ് രേണുകസ്വാമി കൊല്ലപ്പെടുന്നത്. അതിനിടെ അയാൾ ക്രൂരമായ യാതനകളാണ് ഏറ്റുവാങ്ങിയത്. വാളുകൊണ്ട് മൂക്ക് വിച്ഛേദിക്കുകയും നാവറുത്തു മാറ്റുകയും ചെയ്തിരുന്നു. ഇരുമ്പ് ദണ്ട് കൊണ്ട് താടി അടിച്ചിളക്കി. തല ഭിത്തിയിൽ ചേർത്ത് പലതവണ ഇടിച്ചു. കൈകാലുകൾ അടിച്ചു തകർത്തു. മർദ്ദനത്താൽ വാരിയലുകൾ പലതും ഒടിഞ്ഞുപോയി. ഇരുമ്പ് ദണ്ട് പഴുപ്പിച്ച് ലിംഗം, മലദ്വാരം ഉൾപ്പെടെ ശരീരത്തിന്റെ പല ഭാഗത്തും വച്ച് പൊള്ളിച്ചു. ഇത്രയൊക്കെ മർദ്ദനമേറ്റിട്ടും അയാൾ മരിക്കുന്നില്ലെന്ന് കണ്ടപ്പോഴാണ് ദർശന്റെ നിർദ്ദേശപ്രകാരം ഇലക്ട്രിക് ഷോക്ക് നൽകിയത്. അതോടെ അയാൾ പിടഞ്ഞു വീണ് മരിച്ചു. ഒരു സബ് ഇൻസ്പെക്ടറുടെ രഹസ്യ നിർദ്ദേശപ്രകാരം ദർശന്റെ അനുയായികൾ രേണുകസ്വാമിയുടെ മൃതദേഹം കാമാക്ഷി പാലിയിലെ ഒരു അഴുക്കുചാലിൽ കൊണ്ടുപോയി തള്ളി. മഴ സമയമായതിനാൽ മൃതദേഹം ഒഴുകി വളരെ ദൂരേക്ക് പോകുമെന്നായിരുന്നു നിഗമനം. 30 ലക്ഷം രൂപയായിരുന്നു ഇതിനുള്ള മുഴുവൻ കൊട്ടേഷൻ. അതിൽ 5 ലക്ഷം രൂപ ദർശൻ അഡ്വാൻസായി നൽകിയിരുന്നു. എന്നാൽ അവർ കരുതിയതുപോലെ അന്ന് മഴ പെയ്തില്ല. ജൂൺ 9 രാവിലെ അഴുക്കുചാലിനരികെ കിടന്ന മൃതദേഹം നായ്ക്കൾ കടിച്ചു വലിക്കുന്നത് കണ്ട നാട്ടുകാരാണ് പോലീസിൽ വിവരമറിയിച്ചത്. ആദ്യം പോലീസ് ഇതൊരു ആത്മഹത്യ എന്ന നിലയിലാണ് അന്വേഷണം ആരംഭിച്ചത്. എന്നാൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരുടെ വെളിപ്പെടുത്തൽ വിഷയം ഗൗരവമുള്ളതാക്കി.
ഒരു സാധാരണ മരണമായി റിപ്പോർട്ട് എഴുതിയാൽ 1 കോടി രൂപ നൽകാമെന്ന ഒരു നേതാവിന്റെ ഓഫർ അവർ പരസ്യമാക്കി. മാത്രവുമല്ല, മൃതദേഹത്തിൽ കണ്ട ക്രൂരമർദ്ദനത്തിന്റെയും പൊള്ളലുകളുടെയും പാടുകൾ ഇതൊരു കൊലപാതകമാണെന്ന നിഗമനത്തിൽ പോലീസും എത്തിച്ചേർന്നു. മൃതദേഹത്തിൽ 8 സ്ഥലങ്ങളിൽ പൊള്ളലേറ്റ പാടുകളും 39 മുറിവുകളും ഉണ്ടായിരുന്നു. സംഗതി കൈവിടുന്നുവെന്ന് മനസ്സിലാക്കിയ ദർശൻ തന്റെ അനുയായികളായ രാഘവേന്ദ്ര, കേശവമൂർത്തി, കാർത്തിക് എന്ന് 3 പേരെ അന്നപൂർണേശ്വരി നഗർ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ച് പണമിടപാടുമായുള്ള തർക്കം മൂലം തങ്ങളാണ് രേണുകസ്വാമിയെ കൊലപ്പെടുത്തിയതെന്നും പോലീസിൽ കീഴടങ്ങാൻ വന്നതാണെന്നും അറിയിക്കുന്നു. 3 പേരെയും കസ്റ്റഡിയിലെടുത്ത പോലീസ് അവരുടെ മൊബൈൽ നമ്പറുകൾ വിശദമായി പരിശോധിച്ചതിൽ പല ഞെട്ടിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നു. അതേസമയം പണമിടപാടുമായുള്ള ഒരു തെളിവുകളും ലഭിക്കുകയുമുണ്ടായില്ല. രാഘവേന്ദ്രയുടെ ഫോണിൽ ദർശൻ പലതവണ ബന്ധപ്പെട്ടതും ദർശൻ ഉൾപ്പെടെയുള്ള പലരും പട്ടാനഗരെ ടവർ ലൊക്കേഷനിൽ പരിധിയിൽ ഒത്തുകൂടിയതും അവരുടെയെല്ലാം കോൾ ഡീറ്റെയിലുകൾ ശേഖരിച്ചുള്ള ചോദ്യം ചെയ്യലിൽ സത്യമെല്ലാം ഒന്നൊന്നായി പുറത്തു വന്നു. ദർശനെ രക്ഷിക്കാൻ ഒരു മന്ത്രിയും ഒരു പ്രതിപക്ഷ നേതാവും നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടത് മാധ്യമങ്ങൾ ഈ കൊലപാതകത്തിന്റെ ചുരുടുകൾ ഓരോന്നായി പുറത്തു കൊണ്ടുവന്നത് മുതലാണ്. ദർശൻ ഉൾപ്പെടെ 14 പേരാണ് പ്രതികൾ. 1-ാം പ്രതി കാമുകി പവിത്ര ഗൗഡയാണ്. കൊലപാതക പ്രേരണാകുറ്റം. കൊലപാതകം നടപ്പിലാക്കാൻ നേതൃത്വം നൽകിയ ദർശൻ 2-ാം പ്രതിയാണ്. ചിത്രദുർഗയിൽ നിന്നും രേണുകസ്വാമിയെ തട്ടിക്കൊണ്ടുവരാൻ കൂട്ടുനിന്ന വേറെയും ആളുകൾ ഈ സംഘത്തിലുണ്ടാകുമെന്ന കണക്കുകൂടലിൽ പോലീസ് അന്വേഷണം ആ വഴിക്ക് നടക്കുന്നുണ്ട്. ചന്ദനമര വ്യവസായിയും ധനാഢ്യനുമായ സൂപ്പർ സ്റ്റാർ ദർശനും ഗ്ലാമർ താരമായി അപ്പർബാളികളിൽ തിളങ്ങി നിന്ന പവിത്ര ഗൗഡയും ഇപ്പോൾ ജയിലറയിലെ കുടുസുമുറിയിൽ ചെയ്തു കൂട്ടിയ കൊടും പാപം ഓർത്ത് സ്വയം വിലപിക്കുകയാണ്. ഇരുവരുടെയും ആരാധകർ ഉൾപ്പെടെയുള്ള ജനം ഇന്ന് അവരെ വെറുത്തു കഴിഞ്ഞു. ഒരു സാധുവിനെ ഇത്ര നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയതിലെ അമർഷം അവർ പരസ്യമായി പ്രകടിപ്പിക്കാനും മടിക്കുന്നില്ല. ഇപ്പോൾ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ HD കുമാരസ്വാമി ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിനാൽ അദ്ദേഹം ഒഴിഞ്ഞ ചെന്നൈ പട്ടണ നിയമസഭാ സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ദർശനെ മത്സരിപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ അണിയറയിൽ നടന്നുവരവെയാണ് കൊലപാതക കേസിൽ അകപ്പെട്ടത്.